കേൾവിക്കുറവുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ മൈക്ക് ടീച്ചറിൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ മതി. ടീച്ചറുടെ ഷർട്ടിൽ പിൻ ചെയ്യുകയോ സാരിയിൽ പിൻ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറിൻ്റെ സൗണ്ട് ഡയറക്റ്റ്ലി ഹിയറിംഗ് എയ്ഡിൽ വരും. ഇവിടുന്ന് വയർലെസ് ആയിട്ട് കുട്ടിയുടെ ഹിയറിംഗ് എയ്ഡിലേക്ക് ബ്ലൂടൂത്ത് ട്രാൻസ്മിഷനാണ് പോവുക. നോർമലി സ്കൂളുകൾ നമ്മൾ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഹിയറിംഗ് ലോസ് ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടുവരുത്തും. ഈ ഒരു വയർലെസ് ടെക്നോളജി ഉള്ളപ്പോൾ അവർ മുന്നിൽ ഇരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. അവർ ഇനി ക്ലാസ്സിന് ഏറ്റവും ബാക്കിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും അവർക്ക് ടീച്ചറിൻ്റെ സൗണ്ട് കുറേ കൂടെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അതുമാത്രമല്ല ടീച്ചേഴ്സ് നോർമലി നടന്നാണ് പഠിപ്പിക്കാറ് മിക്കവരും. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ആ സൗണ്ട്സിന് ഒരു വേരിയേഷൻ വരാം. അപ്പോൾ ഈ മൈക്ക് ഉണ്ടെങ്കിൽ ടീച്ചർ എങ്ങോട്ട് നടന്നു കഴിഞ്ഞാലും സ്റ്റിൽ ആ ഒരു പിക്ക് ചെയ്തിട്ട് വയർലെസ് ട്രാൻസ്മിഷനായിട്ട് ഡയറക്റ്റ്ലി ഹിയറിംഗ് എയ്ഡിൽ വരികയും ചെയ്യും. നമ്മുടെ ഇവിടെ കേരളത്തിൽ തന്നെ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരു പേഷ്യൻസ് ഉണ്ട്, കേൾവിക്കുറവുള്ള ആൾക്കാർ ഒത്തിരി യാത്ര ചെയ്യുന്നുണ്ട്. അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഏത് ടൈപ്പ് ഹിയറിംഗ് എയ്ഡ് ആയിരിക്കും? യാത്ര ചെയ്യുമ്പോൾ ഹിയറിംഗ് എയ്ഡ്സ് ഉപയോഗിക്കുന്നതിന് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നല്ല തിരക്കുള്ള ഒരു ബസ്സിൽ പോകുമ്പോൾ ഹിയറിംഗ് എയ്ഡ്സ് ചിലപ്പോൾ തട്ടിത്തെറിച്ച് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഒന്നാമത് ഹിയറിംഗ് എയ്ഡ്സ് ഭയങ്കര ലൈറ്റ് വെയിറ്റാണ്. പിന്നെ യൂസ്ഡ് അയക്കുന്നവരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും, കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഹിയറിംഗ് എയ്ഡ്സ് ചെയ്യുന്ന അനങ്ങിയിട്ടുണ്ടെങ്കിൽ. അതേസമയം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത്രയ്ക്ക് ശ്രദ്ധിച്ചെന്ന് വരില്ല. അപ്പം അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻറ്റ് ട്രാവലേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ സീമെൻസിലിരുന്നപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഫ്രീക്വൻറ്റ് ട്രാവലേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ്സ് വരുമ്പോൾ നമുക്ക് എക്സ്റ്റേണൽ പ്ലഗിൽ കുത്തി നമ്മൾ ചാർജ് ചെയ്യാണ് ചെയ്യുന്നത്. മുന്നേ എക്സ്ചേഞ്ചബിൾ ബാറ്ററി ആയിരുന്നപ്പോൾ ബാറ്ററി എവിടെ വെച്ച് തീർന്നു അവർക്ക് പുതിയൊരു ബാറ്ററി പോക്കറ്റിലിരുന്ന് എടുത്ത് ഇതിനകത്ത് ഇടുക. ഇറ്റ് വർക്ക്സ് ഫൈൻ. ഇലക്ട്രിക് കാറുകൾ പോലെയാണ്. നമ്മൾ കുറേ നേരം ഇത് ചാർജ് ചെയ്യാൻ കണക്ട് ചെയ്തിട്ട് ഇറ്റ് ടേക്സ് ടൈം, റൈറ്റ്? അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ട്രാവലിംഗ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഹിയറിംഗ് എയ്ഡിന് ചാർജ് ഇല്ല, നമുക്കെന്നാൽ യാത്ര പോവുകയും വേണം. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ ഓപ്ഷനാണ് പവർ ബാങ്ക് ഉള്ള ഹിയറിംഗ് എയ്ഡ്സ് അല്ലെങ്കിൽ സ്മാർട്ട് ഹിയറിംഗ് എയ്ഡ്സ് അല്ല, പവർ ബാങ്ക് ഉള്ള ചാർജേഴ്സ്, സ്മാർട്ട് ചാർജേഴ്സ് എന്ന് പറയാം. അപ്പം ഈ ചാർജേഴ്സിൽ ഈ ചാർജർ ആക്ച്വലി നമുക്ക് ചാർജ് ചെയ്ത് വെക്കാം. ചാർജറിൽ ഒരു പവർ ബാങ്ക് സപ്പോർട്ട് നമുക്ക് എപ്പോഴും കിട്ടും. അപ്പം അങ്ങനത്തെ ചാർജറും ചാർജ് ചെയ്ത് വെക്കാം, ഈ ഹിയറിംഗ് എയ്ഡും ചാർജ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഇൻ കേസ് ട്രാവലിംഗ് ആണ്, ഹിയറിംഗ് എയ്ഡിൽ പെട്ടെന്ന് ചാർജ് ഇല്ല, അല്ല പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന ഒരു എമർജൻസി ആയിരുന്നു ട്രാവൽ ചെയ്യണമെന്നുള്ളത്, അങ്ങനെയായിരുന്നെങ്കിൽ ഈ ഹിയറിംഗ് എയ്ഡ് ചാർജറിനകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ചാർജ് ആയിക്കോളും, ഒരു എക്സ്റ്റേണൽ പവർ സപ്ലൈയുടെ സപ്പോർട്ടില്ലാതെ. അപ്പം യാത്ര ചെയ്യുമ്പം ഇതൊക്കെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഹിയറിംഗ് എയ്ഡ്സ് സൂക്ഷിക്കുക. ഇപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൽ കൊച്ചിയിൽ നോക്കിയാലും പല സ്ഥലത്തും അച്ഛനും അമ്മയും ഒറ്റയ്ക്കായിരിക്കും വീട്ടിലുള്ളത്. ഈ എപ്പോഴും ക്ലിനിക്കിൽ കൊണ്ടുവരാനോ നമ്മുടെ കൺസൾട്ടേറ്റ് ഫൈൻ ട്യൂണിങ്ങിനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടാകും കൂടെ വരാനൊക്കെ. അപ്പോഴങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമായ ആൾക്കാർക്ക് ഏതെങ്കിലും ടൈപ്പ് ഹിയറിംഗ് എയ്ഡ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ഒരുപാട് നമുക്ക് വരുന്ന ഒരു സെനാരിയോ ആണിത്. അതായത് ഇന്നിപ്പം നോക്കുകയാണെങ്കിൽ മക്കൾ നാട്ടിലുണ്ടാവില്ല. ഇനി നാട്ടിലുണ്ടെങ്കിൽ തന്നെ അവർ വേറെ എവിടെയെങ്കിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം കൂടുതലും പേരൻസ് ഒറ്റയ്ക്കായിരിക്കും. ഹിയറിംഗ് ലോസ് കൂടുതൽ വരുന്നതും ഒരു 60+ ഏജ് ആകുമ്പോഴാണല്ലോ. അപ്പം മക്കൾ കൊണ്ടുവരുന്നവരുണ്ട്. ഇനി മക്കൾ പുറത്താണെങ്കിൽ, ഇന്ത്യയുടെ പുറത്താണെങ്കിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്താണെങ്കിൽ അവരവിടെ നിന്ന് ഓൾറെഡി നമ്മളെ വിളിച്ചിട്ട് സംസാരിക്കും. നോർമലി ഇതൊക്കെയാണ് നമ്മൾ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അപ്പോയിൻമെൻറ്റ് കൊടുക്കും. അവർ വന്നു കഴിയുമ്പോൾ നോർമലി നമ്മൾ പറയാറ്, അപ്പം അങ്ങനെ എപ്പോഴും സപ്പോർട്ടിന് ഒരാളില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ എപ്പോഴും റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ്സ് സജസ്റ്റ് ചെയ്യുള്ളൂ. ഇനി എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നത്തെ നമുക്ക് ബാറ്ററി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ബാറ്ററീസ് ഉള്ള ഹിയറിംഗ് എയ്ഡ്സ് ഇന്നും അവൈലബിൾ ആണ്. ബേസ് മോഡൽസ് ആണ് വരിക. ആ ഹിയറിംഗ് എയ്ഡ്സ് നമ്മൾ നോർമലി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുന്നേ ആ ഹിയറിംഗ് എയ്ഡ്സ് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ബാറ്ററി കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ബാറ്ററി എടുത്ത് നമ്മൾ ഒരു ബോക്സിൽ വെക്കണം. ഈ ഹിയറിംഗ് എയ്ഡ്സ് മാത്രം ഡീഹ്യൂമിഡിഫൈ ചെയ്യുന്നൊരു ബോക്സ് ഉണ്ട്, അത് ഈർപ്പം അത് ഉണക്കുന്നത്. അപ്പോൾ ആ ഒരു ബോക്സിലിടണം. അത് ഇനി രാവിലെ എണീക്കുമ്പോഴത്തേനും എഗെയിൻ നമ്മൾ ഹിയറിംഗ് എയ്ഡ് ഈ ഡീഹ്യൂമിഡിഫയർ ബോക്സിൽ നിന്ന് എടുത്തിട്ട് ബാറ്ററി എടുത്ത് ഇതിനകത്ത് ഇടുക, ഓൺ ചെയ്യുക, വെക്കുക. ഇതാണ് നോർമൽ പ്രോസസ്സ് ഇത്ര നാൾ ഉണ്ടായിരുന്നത്. റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ്സ് ആകുമ്പോഴത്തേനും ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ്ലി അങ്ങ് സ്റ്റോപ്പായി നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോഴത്തെ റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ്സ് ചാർജറിൽ നമ്മൾ എപ്പോൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാലും ഹിയറിംഗ് എയ്ഡ്സ് ഓട്ടോമാറ്റിക്കലി ഓഫാണ്. ചാർജറിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓണാണ്. അപ്പോൾ നമുക്ക് ഓണും ഓഫും ചെയ്യേണ്ട ഒരു പ്രോസസ്സ് നിന്നു. ഉപയോഗിക്കാത്തപ്പോൾ നേരെ ചാർജറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഹിയറിംഗ് എയ്ഡ് ഓഫ് ആവും. വേണ്ടപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് എടുക്കാം. ഓട്ടോമാറ്റിക് ഓണാണ്, ഓണും ഓഫാണ് വരുന്നത്.
അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീചാർജബിൾ ഹിയറിംഗ് എയ്ഡ്സ് വരുമ്പോൾ ബാറ്ററീസ് റിമൂവബിൾ അല്ല, അത് ഫിക്സ്ഡ് ആണ് അതിൻ്റെ അകത്ത്. ആ ടൈമിൽ നമ്മൾ ചാർജറിനകത്ത് ഇടും. അപ്പോൾ ചാർജറിന് തന്നെ ചെറിയൊരു ഹീറ്റ് ജനറേറ്റ് ചെയ്ത് കൊടുക്കും വൈൽ ചാർജിങ്. അപ്പം ഈ ഒരു ഡീഹ്യൂമിഡിഫിക്കേഷൻ പ്രോസസ്സും അതിൻ്റെ കൂടെ തന്നെ നടക്കും. അപ്പം ഈ പറയുന്ന ബാറ്ററി തുറന്ന് ഇതെടുത്ത് മാറ്റി രാത്രി വെച്ച് രാവിലെ എണീക്കുമ്പോൾ അഗെയിൻ ആ ഒരു കംപ്ലീറ്റ് ആ ഒരു TDS പ്രോസസ്സ് അങ്ങോട്ട് മാറും. ഇപ്പോൾ പേരൻസ് മാത്രമുള്ള വീടുകളിലാണെങ്കിൽ റീചാർജബിൾ പ്രൊഡക്ട്സ് അവരോട് പറയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും, ഇറ്റ്സ് ഈസിയാണ് അവർക്ക്. അതായത് ഉപയോഗിക്കാത്തപ്പം ചാർജറിലിട്ട് വെക്കുക, ഈ പറഞ്ഞ പ്രോസസ്സ് എല്ലാം ഓട്ടോമാറ്റിക്കലി നടന്നോളും. വേണ്ടപ്പം ചാർജറിൽ നിന്ന് എടുക്കുക, നമ്മൾ യൂസ് ചെയ്യുക. വേറെ അഡ്വാൻറ്റേജ് നമ്മൾ മുന്നേ പറഞ്ഞല്ലോ, അതായത് ഒരു ഹിയറിംഗ് എയ്ഡിൻ്റെ റൺ ടൈം അല്ലെങ്കിൽ അതിന് ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് 20 hours ആയിരിക്കും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ വേറെ കാര്യം കൂടെ ഉണ്ട്, ചാർജിങ് ടൈം എങ്ങനെ പോയാലും മാക്സിമം ഒരു 4 to 5 hours മാക്സിമം അത്രേ വരുള്ളൂ. അപ്പോൾ ഞാനൊരു 4 hours ചാർജ് ചെയ്യാൻ വെച്ച ഒരു ഹിയറിംഗ് എയ്ഡാണ്. അപ്പോൾ നമ്മൾ നോർമലി ചാർജ് ചെയ്യാൻ വെക്കുന്ന മൊബൈൽ ഫോൺ ആണെങ്കിലും എല്ലാവരും യൂസ്ഡ് ആയേക്കുന്ന രാത്രി ഉറങ്ങാൻ നേരത്ത് നമ്മൾ എന്തായാലും ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്നില്ല. ആ ടൈമിലാണ് നമ്മൾ ചാർജ് ചെയ്യാൻ വെക്കാറ്. എന്നിട്ട് രാവിലെ എണീക്കുന്നു, നമ്മൾ ഇത് എടുക്കുന്നു. പക്ഷേ ഈ 4 hours മതി ഹിയറിംഗ് എയ്ഡ് ചാർജ് ആവാൻ. അപ്പം 4 hours മുകളിൽ ഫുൾ ചാർജ് ആയിക്കഴിഞ്ഞും ഹിയറിംഗ് എയ്ഡ്സ് ചാർജറിൽ കിടന്നാലും അതിന് വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചാർജിങ് സൈക്കിളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആയിക്കോളും. ആ ഒരു ഫീച്ചറും കൂടെ ഇപ്പോഴത്തെ ഹിയറിംഗ് എയ്ഡ്സിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ ചാർജ് രാത്രി നമ്മൾ കിടക്കാൻ നേരത്ത് ചാർജ് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ എടുത്താൽ മതി. ഹിയറിംഗ് എയ്ഡ് ഫുൾ ചാർജ് ആയിരിക്കുകയും ചെയ്യും. ചിലവർ ചോദിക്കും ഓവർ ചാർജിങ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഹിയറിംഗ് എയ്ഡ്സിൽ ഒരിക്കലും വരില്ല. എൻ്റെ ബാറ്ററിക്കും ആ ഒരു ബുദ്ധിമുട്ട് വരില്ല. ഇതിൻ്റെ കൂടെ എനിക്ക് എടുത്തു പറയേണ്ട വേറെ കാര്യം കൂടെയുണ്ട്. പഴയ നമ്മൾ എക്സ്ചേഞ്ചബിൾ ബാറ്ററീസ് വരുമ്പോഴത്തേനും ചില ബാറ്ററീസ് ഒരാഴ്ചയെ പോകുള്ളൂ. ഏറ്റവും ചെറുത്, ഏറ്റവും വലുത് 675 എന്നൊക്കെ പറയുന്ന ബാറ്ററീസ് കൂടിപ്പോയ ഒരു 22 days ഇത്രയൊക്കെയാണ് റൺ ചെയ്യുന്നത്. ആവറേജ് ഒരു 8 hours ആവറേജ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ റീചാർജബിൾ ബാറ്ററി ആകുമ്പോൾ നമുക്ക് ഈ ഓപ്ഷൻസ് ഒന്നുമല്ല. അത് നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റില്ല, കാണാൻ പോലും പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും കമ്പനീസ് ഞാൻ പറയാം അതിൻ്റെ ലൈഫ് സൈക്കിളാണ് പറയുന്നത്. ഇത്രയും ചാർജിങ് സൈക്കിൾസാണ് നോർമലി പറയാറ്. എന്നാലും അതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആവറേജ് ഒരു 4 to 5 years എന്തായാലും കിട്ടും. പിന്നെ നമുക്കത് മാറാൻ പറ്റില്ല. വി വിൽ ഹാവ് ടു സെൻഡ് ഇറ്റ് ബാക്ക് ടു ദി കമ്പനി. ഈ പറഞ്ഞ ബാറ്ററീസ് റീപ്ലേസ് ചെയ്യാനാണെങ്കിലും അതും അത്രയ്ക്ക് വലിയ കോസ്റ്റ്ലി ഒന്നുമല്ല ഒരു ലിഥിയം അയൺ ചെറിയൊരു ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നത്. അതും കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് കുറേ കൂടെ സിമ്പിളായേക്കാണ് എല്ലാ ഫങ്ഷൻസും ഹിയറിംഗ് എയ്ഡ്സിൽ. പിന്നെ കുറേ കൂടെ ഓട്ടോമാറ്റിക്കാണ് ഹിയറിംഗ് എയ്ഡ്സ്. കുറേ കൂടെ എന്നല്ല, കംപ്ലീറ്റ്ലി ഫുള്ളി ഓട്ടോമാറ്റിക് വരുന്ന ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. അത് വി ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ്. നമ്മൾ പോകുന്ന സ്ഥലത്തെ നോയ്സ് അല്ലെ സൗണ്ട് മെഷർ ചെയ്തിട്ട് അതിനനുസരിച്ച് വോളിയം അഡാപ്റ്റ് ചെയ്യുന്ന ഹിയറിംഗ് എയ്ഡ്സ് ഉണ്ട്. ഇതൊക്കെ ബേസ് മോഡ് എല്ലാ ഹിയറിംഗ് എയ്ഡ്സിലും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനത്തെ ഫീച്ചേഴ്സ് ഉള്ള ഹിയറിംഗ് എയ്ഡ്സ് അവൈലബിൾ ആണ്. സോ ദാറ്റ് നമുക്ക് കുറേ കൂടി ഈസി ആകുവാണ് ലൈഫ്, അല്ലെങ്കിൽ ഒരു ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യാൻ ലൈഫ് ഈസി ആകുവാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഈ പ്രീമിയം കസ്റ്റമേഴ്സിന് എന്തുകൊണ്ടാണ് 4 years വാറൻറ്റിയുള്ള ഹിയറിംഗ് എയ്ഡ് തന്നെ സജസ്റ്റ് ചെയ്യാൻ കാരണം? കമ്പനീസ് നോർമലി പറയുന്നത് അവരുടെ ഈ ഒരു പ്രൊഡക്റ്റിന് ഇപ്പം ആവറേജ് ഒരു 4 to 5 years ലൈഫ് വരും എന്നും പറഞ്ഞത് 5 കൊല്ലം കഴിയുമ്പോൾ അല്ല 4 കൊല്ലം കഴിയുമ്പോൾ ഈ ഹിയറിംഗ് എയ്ഡ് കേടായി പോകുന്നു അല്ലെങ്കിൽ നിന്ന് പോകുന്നു എന്നല്ല. ഒരു ആവറേജ് ലൈഫാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് നല്ല ക്ലീനായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടാവും, ഒരുപാട് റഫായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഈ റഫായിട്ടൊക്കെ നമ്മൾ ജനറലി യൂസ് ചെയ്യുമ്പോഴത്തേനും ഹിയറിംഗ് എയ്ഡ്സ് പെട്ടെന്ന് സർവീസ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്, ലൈഫും കുറയും. അതേസമയം നല്ല റെഗുലറായിട്ട് ക്ലീൻ ചെയ്ത് സോഫ്റ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ലൈഫ് അതുപോലെ കിട്ടും. ആഫ്റ്റർ 5 years എനിക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ 12 years ആയിട്ട് ഒരേ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്നവരുണ്ട്. അവർ വന്നിട്ട് ആ ഹിയറിംഗ് എയ്ഡ് തന്നെ വേണമെന്ന് പറയുമ്പോഴത്തേനും അൺഫോർച്ചുനേറ്റ്ലി വി കാൻ ഡു ദാറ്റ്. കാരണം ആ ഹിയറിംഗ് എയ്ഡ് ചിലപ്പോൾ കമ്പനി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാവും, ആ ഒരു പ്രൊഡക്റ്റ് ഇനി കിട്ടില്ല. അപ്പം അങ്ങനത്തെ പേഷ്യൻസ് വരുന്നുണ്ട്, അതുപോലെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പം എങ്ങനെയാണെങ്കിലും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സെനാരിയോയിൽ നമുക്കൊരു ആവറേജ് ലൈഫ് 4 to 5 years എന്തായാലും പറയാം. അപ്പോൾ ചില ഹിയറിംഗ് എയ്ഡ്സിന് മിനിമം എനിക്ക് തോന്നുന്നു 2 years ആണ് വാറൻറ്റി വരുന്നത്. മാക്സിമം ഇറ്റ് ഗോസ് അപ് ടു 4 years. അതായത് അവർ കമ്പനി പറഞ്ഞാൽ ആ ഹിയറിംഗ് എയ്ഡിൻ്റെ ലൈഫ് ടൈം അതിന് വാറൻറ്റിയിലുണ്ടാവും. അതൊരു ആഡഡ് ബെനിഫിറ്റാണ് ഫോർ പ്രീമിയം ഹിയറിംഗ് എയ്ഡ്സ് ആക്ച്വലി. അതായത് അവർക്ക് ഒരു പ്രീമിയം സർവീസ് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കമ്പനി തന്നെ ചെയ്യുന്നതാണ്. ഞാൻ ഇത്രയും ഹിയറിംഗ് എയ്ഡ്സ് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ എപ്പോഴും വാറൻറ്റി, എക്സ്റ്റെൻഡഡ് വാറൻറ്റി ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും നല്ല ഓപ്ഷൻ. ഇനി അല്ലെങ്കിൽ മാക്സിമം വാറൻറ്റി ഉള്ള ഹിയറിംഗ് എയ്ഡ്സ് എടുക്കുക എന്ന് തന്നെ പറയും. കാരണം ഹിയറിംഗ് എയ്ഡ്സിൻ്റെ സർവീസ് ഇപ്പോൾ കോസ്റ്റ്ലിയാണ്. ഹിയറിംഗ് എയ്ഡ്സ് കോസ്റ്റ്ലിയാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ സർവീസും കോസ്റ്റ്ലിയാണ്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു ടെക്നോളജി അല്ല. നമ്മൾ വിചാരിക്കും ഹിയറിംഗ് എയ്ഡ്സിന് എന്താണ് ഫംഗ്ഷനോ, അങ്ങനെ അതിനകത്ത് ഒരുപാട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടന്നിട്ടാണ് ഓരോ കമ്പനീസ് ഓരോ ചിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇറ്റ് ടേക്സ് ഇയേഴ്സ്.
ഒരു ചിപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ അതിൻ്റെ അകത്ത് അത്രയ്ക്ക് പ്രിസൈസ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു ഹെഡ്ഫോൺസ് വെക്കുന്ന പോലെ തന്നെയല്ലേ ഉള്ളൂ ഹിയറിംഗ് എയ്ഡ്സ്. നോ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഹെഡ്ഫോൺസിൽ നമുക്ക് ഇതുപോലുള്ള ആക്സസസ് ഒന്നുമില്ല. ഈ ഫ്രീക്വൻസിയിൽ ചേഞ്ച് ചെയ്യുക, ആ ഫ്രീക്വൻസി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും നമുക്ക് കിട്ടില്ല. അതിൻ്റെ അകത്ത് കുറച്ച് പ്രീസെറ്റ്സ് ഉണ്ടാവും. അങ്ങനെയാണ് നോർമലി വരാറ്. അപ്പം ഹിയറിംഗ് എയ്ഡ്സ് പക്ഷേ കുറേ കൂടെ പ്രിസൈസ് ആണ്, കുറേ കൂടെ ക്ലിയർ ആണ്. ഞാൻ പറയാം, നമുക്ക് നമ്മുടെ അക്കോസ്റ്റിക് എൻവയോൺമെൻറ്റ് എന്ന് പറയും. അതായത് നമ്മൾ രണ്ടുപേരും ഇരിക്കുകയാണ് ഒരു റൂമിൽ. ആ റൂമിൻ്റെ സെനാരിയോ വെച്ചാൽ നമ്മൾ ഇരിക്കുമ്പോൾ ഉള്ള ഒരു അക്കോസ്റ്റിക് എൻവയോൺമെൻറ്റ് ആയിരിക്കില്ല മൂന്നാമതൊരാളും കൂടെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊരു ഫാൻ ഓൺ ആക്കി കഴിഞ്ഞാൽ സിറ്റുവേഷൻ സെയിം ആയിരിക്കും. പക്ഷേ അവിടുത്തെ കംപ്ലീറ്റ് അക്കോസ്റ്റിക്സ് ചേഞ്ച് ആവും ഒരു പുതിയൊരു എഡിഷൻ വരുമ്പോൾ. അപ്പോൾ ഹിയറിംഗ് എയ്ഡ്സിന് കൂടുതൽ നോയ്സ് വരുന്തോറും കൂടുതൽ ചലഞ്ചിങ് ആവും. അപ്പോൾ അതിനനുസരിച്ച് ഹിയറിംഗ് എയ്ഡ്സ് തന്നെ അതിൻ്റെ സെറ്റിങ്സ് ഓട്ടോമാറ്റിക്കലി മാറുന്നുണ്ട്. അഡാപ്റ്റ് ചെയ്യുന്ന ഹിയറിംഗ് എയ്ഡ്സും അവൈലബിൾ ആണ്. അപ്പം ഹിയറിംഗ് എയ്ഡ്സ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് അതിൻ്റെ പ്രോസസ്സിങ് വരുന്നതെല്ലാം. പിന്നെ ചെറുതാകുന്തോറും അതിൻ്റെ ക്വാളിറ്റി ദേ ഹാവ് ടു കീപ്പ് അപ്പ്. ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് ആയതുകൊണ്ട് അവർക്ക് ആ ഒരു ക്വാളിറ്റിയിൽ QC അവർ ഭയങ്കര എന്താ പറയുക സ്ട്രോങ് ആണ്. അവർക്കത് ചെയ്യാതെ ദേ കാൺ റിലീസ് എ ഹിയറിംഗ് എയ്ഡ്. അതുപോലെ തന്നെ അതിൻ്റെ കമ്പോണൻസ് ചെറുതാകുന്തോറും അതിൻ്റെ പ്രൈസ് കൂടും. നമ്മുടെ ഈ വാറൻറ്റിയെക്കുറിച്ച് പറഞ്ഞപ്പോഴേ, ഇൻ്റർനാഷണൽ വാറൻറ്റിയിൽ ഹിയറിംഗ് എയ്ഡ് അവൈലബിൾ ആണോ? നമുക്ക് ഇവിടെ ഒരുപാട് പേഷ്യൻസ് ഉണ്ട്, NRIs ഒക്കെ ഉണ്ട്. നാട്ടിൽ വരുമ്പോഴായിരിക്കും ഹിയറിംഗ് എയ്ഡ് വാങ്ങുന്നത്. ഇവർ തിരിച്ച് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എത്തുമ്പോഴേക്കും എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ അവിടെ റിപ്പയർ ചെയ്യാൻ കഴിയുമോ? നമുക്ക് അവൈലബിൾ ആണോ ഇൻ്റർനാഷണൽ വാറൻറ്റി? അപ്പം നമ്മൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ലോകത്ത് എവിടെയാണെങ്കിലും മേജർലി 6 മാനുഫാക്ചറേഴ്സാണ് ഹിയറിംഗ് എയ്ഡ്സിനുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ഒന്നും ഇന്ത്യൻ ഒറിജിൻ അല്ല. കൂടുതലും യൂറോപ്പ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഹിയറിംഗ് എയ്ഡ്സ് എല്ലാം ഇന്ത്യയിൽ അവൈലബിൾ ആണ്. അതായത് ഗ്ലോബലി അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഹിയറിംഗ് എയ്ഡ്സ് ഇന്ത്യയിലും ഇന്ന് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഡൈന് ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി അവിടെയാണ് വരുന്നത്. അപ്പം ഇത് എല്ലായിടത്തും അവൈലബിൾ ആകുമ്പോൾ എല്ലായിടത്തും ഇതിൻ്റെ സർവീസ് കിട്ടും. ഇൻ്റർനാഷണൽ വാറൻറ്റി എന്ന് പറഞ്ഞ പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് കേരളത്തിൽ. കാരണം മക്കൾ പുറത്തുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ പുറത്ത് തന്നെ സെറ്റിൽ അയക്കുന്നവരുണ്ടാവും. അപ്പം ഇവിടെ നിന്ന് വാങ്ങുന്ന ഒരു ഹിയറിംഗ് എയ്ഡ്സ് പുറത്ത് പോയാലും സർവീസ് കിട്ടും. ഡിപ്പെൻഡ്സ് ഓൺ ദി മാനുഫാക്ചറർ. ചില മാനുഫാക്ചറേഴ്സിനത് ഇന്ത്യൻ വാറൻറ്റി തന്നെ ഇൻ്റർനാഷണൽ വാറൻറ്റി ആയിട്ട് തന്നെ അവർ പറയും. സോ ദാറ്റ് അവർ ലോകത്ത് എവിടെ പോയി കഴിഞ്ഞാലും അതിന് ആ വാറൻറ്റി പീരീഡിൽ വാറൻറ്റി കവർ ചെയ്യും. ചില മാനുഫാക്ചറേഴ്സ് പറയുന്ന 2 വർഷം ഇന്ത്യൻ വാറൻറ്റിയിൽ ഫസ്റ്റ് ഇയർ ഇൻ്റർനാഷണൽ വാറൻറ്റിയാണ്. ചില മാനുഫാക്ചറേഴ്സ് കംപ്ലീറ്റ്ലി പ്യുവർലി ഇന്ത്യൻ വാറൻറ്റി ആയിട്ട് മാത്രമേ കൊടുക്കുകയുള്ളൂ. ഇത് വാറൻറ്റിയാണ്. പക്ഷേ ഈ പറയുന്ന ഹിയറിംഗ് എയ്ഡ്സിൻ്റെ സർവീസ്, പെയ്ഡ് സർവീസ് നമ്മൾ ലോകത്ത് എവിടെ പോകുകയാണെങ്കിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. കാരണം വേൾഡ് 6 ഈ ഒരു മാനുഫാക്ചറേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പം അവരുള്ള രാജ്യങ്ങളിലെല്ലാം സർവീസ് കിട്ടും. അതിന് പേയ്മെൻറ്റ് ഇപ്പോൾ ഞാൻ പറയും, ഇപ്പം നമ്മുടെ ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻസിൽ വരുവാണെങ്കിൽ ഔട്ട്സൈഡ് വാറൻറ്റി വരുവാണെങ്കിൽ ദേ വുഡ് ബി എൻ എസ്റ്റിമേറ്റ്, ഒരു കോസ്റ്റ് ഉണ്ടാവും, റൈറ്റ്? അത് കമ്പനി പറയുന്ന കോസ്റ്റ് ആയിരിക്കും. ഈ ഹിയറിംഗ് എയ്ഡ് സർവീസ് ചെയ്യണമെങ്കിൽ ഇത്ര എസ്റ്റിമേറ്റ് വരും, അല്ലെങ്കിൽ ഇത്ര കോസ്റ്റ് വരും എന്നുള്ളത്. അതുപോലെ തന്നെ പുറത്ത് രാജ്യത്ത് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ട്രാവൻകൂർ ഹിയറിംഗ് സൊല്യൂഷൻസ് നിന്ന് മേടിക്കുന്ന ഒരു ഹിയറിംഗ് എയ്ഡ്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഹിയറിംഗ് എയ്ഡ്, നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്ന UK, ഓസ്ട്രേലിയ, അപ്പം ഇവിടെ പോവുകയാണെങ്കിലും സെയിം സർവീസ് കിട്ടും. ഔട്ട്സൈഡ് വാറൻറ്റി ആണെങ്കിൽ പെയ്ഡ് ആയിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ ഓക്കെ ഒരുപാട് മാനുഫാക്ചേഴ്സിൻ്റെ ലാബും QC ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, പല മാനുഫാക്ചറിങ് ഫെസിലിറ്റീസും പല കൺട്രീസിലും, ഡെൻമാർക്ക്, ജർമ്മനി. അപ്പോൾ അവിടേക്ക് QCയിൽ പോയിട്ടുള്ളത്, QCയിൽ അവർ ചെയ്യുന്ന 1-2 പ്രൊസീജിയറോ അല്ലെങ്കിൽ ടെസ്റ്റ് എന്തെങ്കിലും ഒന്ന് പറയാമോ? R&D ലാബിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി അവരവരുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ എന്താണ് അപ്കമ്മിങ് എന്നുള്ളത് നമ്മുടെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയത്തില്ല, എന്നാലും ചെറിയൊരു ഹിൻഡ് തരും. അതാണ് നോർമലി നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ആദ്യം കാണാൻ പറ്റുന്നത്. ഓക്കെ, ഞാൻ ആക്ച്വലി കഴിഞ്ഞ ഊഹയ്ക്ക് പോയപ്പോഴത്തേനും ഐ ആസ്ക്ഡ് ദെം നിങ്ങളുടെ അപ്കമ്മിങ് പ്രൊഡക്റ്റിൻ്റെ പേരെന്താണ് പറഞ്ഞത്. ദാറ്റ്സ് എ $1 billion ക്വസ്റ്റ്യൻ എന്നാണ് അവർ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. അത് എന്നിട്ട് അവർ റിവീൽ ചെയ്തില്ല. ലാബിൽ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഒരു ഹിയറിംഗ് എയ്ഡിൻ്റെ ചിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്, അതിൻ്റെ അകത്തെ അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം അവരുടെ ഓഡിയോ ലാബ് അല്ലെങ്കിൽ അക്കോസ്റ്റിക് ലാബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് പ്രൂഫ് റൂംസ് ആണ് ബേസിക്കലി. അത് അവിടെ സൗണ്ട് പെർസിസ്റ്റൻസ് 0 ആണ്. അത് ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ അതിന് എക്കോ അടിക്കുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ആ ഒരു മൈക്രോഫോൺസ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതന്നെ നമ്മൾ ഇപ്പം ഞാൻ ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. എൻ്റെ ചുറ്റിലും 360 ഡിഗ്രീസിൽ ഹിയറിംഗ് എയ്ഡിലുള്ള സ്പീക്കേഴ്സ് ഉണ്ടാവും. ഓരോ സ്പീക്കേഴ്സും മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്, സെപ്പറേറ്റ്ലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെയാണ് അവരുടെ റിസർച്ച് സ്റ്റഡീസ് പോകുന്നത്. പിന്നെ ചിലപ്പോൾ കാണാൻ പറ്റുക നമുക്ക് ഇതിൻ്റെ എന്തുമാത്രം സ്റ്റഡി ആണെന്നുള്ളത്. സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ നമ്മൾ പോയപ്പോൾ കണ്ടത് നമ്മുടെ ഒരു സ്റ്റീൽ അലമാരി പോലത്തെ വലിയൊരു എക്യുപ്മെൻ്റ് ആണ്. അത് എംറ്റി ആണ്. അതിൻ്റെ അതോട്ട് ഹിയറിംഗ് എയ്ഡ് ഇടും, എന്നിട്ട് ഈ അലമാരി അവരിട്ട് കറക്കും.
കറക്കുമ്പോഴത്തേന് ഹിയറിംഗ് എയ്ഡ് അകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്ന സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. ലിറ്ററലി ഒരു ഫ്ലോറിൽ നിന്ന് വീഴുന്ന പോലെയാണ്, അത്ര ഹൈറ്റ് ഉണ്ടാവും അതിന്. എന്നിട്ട് കുറേ കഴിയുമ്പോൾ ഈ കറക്കം നിൽക്കുമ്പോഴത്തേനും ഒരു ഡോർ തുറന്നിട്ട് ഹിയറിംഗ് എയ്ഡ് എടുക്കും. എന്നിട്ട് ഇതിന് ഏതൊക്കെ പോയിൻറ്റ്സിലാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് വരുന്നതെന്നുള്ളതാണ് അവർ നോക്കുന്നത്. എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കറക്ഷൻ അവർ ചെയ്യും. പിന്നെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ IP റേറ്റിംഗ്, വാട്ടർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ വാട്ടർ റെസിസ്റ്റൻസ് ആണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചില കമ്പനീസ് നോർമൽ വെള്ളത്തിൽ ഹിയറിംഗ് എയ്ഡ് ഇട്ട് വെക്കാറുണ്ട്. IP റേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വെള്ളത്തിനടിയിൽ ഇത്രയും നാൾ കടന്നു കഴിഞ്ഞാൽ അങ്ങനെയല്ല, അതിനൊരു ഡ്യൂറേഷൻ ഉണ്ട്, ഇത്രയും മീറ്റേഴ്സ് അവർ പറയും. അപ്പം അത് നമുക്ക് നല്ല ക്ലിയർ വാട്ടറിൽ ഇത് ചെയ്യുന്നവരുണ്ട്, സോൾട്ട് വാട്ടറിൽ ചെയ്യുന്നവരുണ്ട്, നല്ല ചെളി വെള്ളത്തിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഓരോ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് എൻവയോൺമെൻറ്റിൽ ഇത് ടെസ്റ്റ് ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ ഇത് ലാബിൽ മാത്രം ടെസ്റ്റ് ചെയ്താൽ പോരല്ലോ, ഈ ഒരു ഹിയറിംഗ് എയ്ഡ് റിലീസ് ചെയ്യുന്നതിന് മുന്നേ ഇവരിത് ആക്ച്വലി പുറത്തുള്ള ഒരു നാച്ചുറൽ സെനാരിയോയിൽ ടെസ്റ്റ് ചെയ്യുന്നത് കാണാം. ഇവർ ആക്ച്വലി മേ ബി ഒരു റെസ്റ്റോറൻറ്റിലായിരിക്കും പോയിരിക്കുക, അവിടെ പോയിരുന്നിട്ട് ഒരു നാച്ചുറലി ഇതെങ്ങനെ കേൾക്കുന്നു, പുറത്തു നിന്നുള്ള സൗണ്ട്സ് എങ്ങനെയുണ്ട്. അവിടെയൊക്കെ റെസ്റ്റോറൻറ്റ്സ് നോർമലി ബഹളം ഉണ്ടാകാതെ ഇരിക്കാം. അപ്പോൾ അത് പിന്നെ റോഡിൽ ട്രാഫിക്കിൽ നിന്നിട്ടുള്ള ടെസ്റ്റിങ്. സോ ഇതെല്ലാം നമുക്ക് ലൈവായിട്ട് കാണാനും പറ്റും. നമുക്കത് പറഞ്ഞു തരുമ്പോൾ ഇറ്റ് ഈസ് റിയലി ഗുഡ്. പ്രത്യേകിച്ച് അവരുടെ ലാബിൽ കയറുമ്പോൾ അതൊരു പ്രത്യേകിച്ച് ഞങ്ങൾ ഓഡിയോളജിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇതെല്ലാം നമ്മൾ ബുക്കിൽ കണ്ട് മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. ഓക്കെ, ഇതൊക്കെ നേരിട്ട് കാണുമ്പോഴത്തേനും ഇറ്റ് ഫീൽസ് റിയലി ഗുഡ്. അതുപോലെ നമ്മളെ വീട്ടിൽ ഹിയറിംഗ് എയ്ഡ് വെച്ചെങ്കിലും ഇപ്പോൾ പിള്ളേർ കൊച്ചുമക്കൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രാൻഡ് പാരൻസിന് ന്യൂസ് കേൾക്കണം. ഇപ്പോൾ സപ്പോസ് ടി വിയിൽ സ്പീക്കർ ഉപയോഗിക്കാതെ ടി വിയിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഈ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് പോലെ ഹിയറിംഗ് എയ്ഡിൽ സ്ട്രീം ചെയ്ത് വാർത്ത കേൾക്കുകയോ സീരിയൽ കാണുകയോ അങ്ങനെയുള്ള സംവിധാനം ഉണ്ടോ ഹിയറിംഗ് എയ്ഡിൽ? നോർമൽ ഹിയറിങ്ങിൻ്റെ ഫംഗ്ഷൻ അല്ല ഈ വരുന്നത്, അത് അക്സസറീസ് എന്ന് പറയും. അതായത് മിക്ക മാനുഫാക്ചേഴ്സിനും, മിക്കെന്നല്ല എല്ലാ മാനുഫാക്ചറേഴ്സിനും ടി വിയിൽ നിന്ന് കണക്ട് ചെയ്യാനുള്ള അക്സസറീസ് ഉണ്ട്, TV കണക്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കേബിൾ ടി വിയുടെ സെറ്റ് ഓഫ് ബോക്സ് പോലെ ചെറിയൊരു ബോക്സാണ് വരിക, നമ്മൾ ടി വിയിൽ കണക്ട് ചെയ്തിടുക. എന്നിട്ട് ടി വിയുടെ ഓഡിയോ ഔട്ട് എടുത്തിട്ട് നമ്മൾ ഈ സെറ്റ് ഓഫ് ബോക്സ് അല്ലെങ്കിൽ ഈ TV കണക്ടറിൽ നമ്മൾ കണക്ട് ചെയ്യും. അപ്പം ഇത് നോർമൽ സെനാരിയോ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വീട്ടിലെല്ലാവരും ഇരുന്ന് വാർത്ത കാണുകയാണ്. അപ്പം അച്ഛനുണ്ട്, മക്കളുണ്ട്, അമ്മ, എല്ലാവരും ഉണ്ട്. അപ്പോൾ 2-3 ജനറേഷൻസ് ഉണ്ടാവും. അതിൽ കേൾവിക്കുറവുള്ളത് ഏറ്റവും പ്രായം കൂടിയ ആൾക്കായിരിക്കാം കേൾവിക്കുറവുള്ളവർ. അപ്പം ഈ കേൾവിക്കുറവുള്ളവർ എന്ത് ചെയ്യും, ടി വിയുടെ വോളിയം ഒരുപാട് കൂട്ടി വെക്കും. ഇത്രയും വോളിയത്തിൽ ബാക്കിയുള്ളവർക്ക് ആർക്കും കേൾക്കണ്ട. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വരുമ്പോൾ അവിടെ ചെറിയൊരു കോൺഫ്ലിക്റ്റ് വരും. അതേസമയം ബാക്കിയുള്ളവരുടെ നോർമൽ വോളിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കേൾവിക്കുറവുള്ളവർക്കൊട്ടും കേൾക്കത്തുമില്ല. അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് എന്തായാലും വരും. അങ്ങനെയുള്ള സെനാറിയസിലാണ് നമ്മൾ നോർമലി TV കണക്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേനും ഈ TV കണക്ടർ ഹിയറിംഗ് എയ്ഡുമായിട്ട് വയർലെസ് കണക്റ്റഡ് ആയിരിക്കും. അപ്പം ഈ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്ന ആൾക്ക് സെപ്പറേറ്റ് വോളിയം കിട്ടും. അപ്പം ഹിയറിംഗ് എയ്ഡിൻ്റെ വോളിയം കൂട്ടേണ്ട കാര്യമില്ല. ഈ TV ആപ്ലിക്കേഷൻ വഴി നമുക്ക് ആ TVയുടെ വോളിയം ഓട്ടോമാറ്റിക്കലി കൂടെ ഇവരുടെ കണക്ഷനുള്ള വോളിയം മാത്രമേ കൂടുള്ളൂ. ബാക്കിയുള്ളവർക്ക് സെയിം നോർമൽ ഒരു വോളിയത്തിൽ കേൾക്കാനും പറ്റും. ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യേണ്ടവർക്ക് അവർക്ക് ഇഷ്ടമുള്ള വോളിയത്തിൽ കീപ്പ് ചെയ്യാനും പറ്റും. നോർമലി ഇതാണ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡൈനു ചോദിച്ച പോലെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പം അടുത്തൊരു കുട്ടി ഇരുന്ന് പഠിക്കുന്നുണ്ട്, പക്ഷേ ഒരാൾക്ക് TV കാണണം. ഇങ്ങനൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TVയുടെ കംപ്ലീറ്റ് ഔട്ട് എടുത്തിട്ട് ഈ പറയുന്ന സെറ്റ് ഓഫ് ബോക്സിൽ കൊടുത്താൽ അല്ലെങ്കിൽ ഈ TV കണക്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ TV അവിടെ പ്ലേ ചെയ്യും. അതിൻ്റെ സൗണ്ട് ഡയറക്റ്റ്ലി ഹിയറിംഗ് എയ്ഡ്സിൽ മാത്രമേ വരുള്ളൂ. കുട്ടിക്ക് ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാൻ പറ്റും. ഇതൊരു വർക്ക് അറൗണ്ട് ആണ്, ഇതല്ല നോർമലി TV കണക്ടർ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. TV കണക്ടർ എപ്പോഴും ഓഡിയോ ഔട്ടിലാണ് കൊടുക്കേണ്ടത്, കംപ്ലീറ്റ് ഔട്ടിൽ കൊടുക്കാൻ പാടില്ല. ഇതേപോലെ തന്നെ ഈ ഹിയറിംഗ് എയ്ഡ് നമുക്ക് ബ്ലൂടൂത്ത് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യാൻ കഴിയുമോ? ലാപ്ടോപ്പിൽ ഇപ്പോൾ സപ്പോസ് എന്തെങ്കിലും മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുകയാണ്, ഇല്ല എന്തെങ്കിലും സ്റ്റഡിയാണ്, ഡിസ്കഷനാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ട്? ഇപ്പം ഇത് ബ്ലൂടൂത്തിൻ്റെ യൂസേജാണ് ഇപ്പോൾ ചോദിച്ചത്. ബ്ലൂടൂത്ത് നോർമലി 2 വെർഷനാണ് വരിക. ഒന്ന് നമ്മുടെ ഫോൺസ് പോലെ, ഒന്ന് ഐഫോണിൽ യൂസ് ചെയ്യുന്ന വെർഷൻ ഓഫ് ബ്ലൂടൂത്ത്, മെയ്ഡ് ഫോർ ഐഫോൺ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ലോ എനർജി എന്ന് പറയും. അപ്പോൾ ഹിയറിംഗ് എയ്ഡിൽ ഏത് വെർഷൻ ഓഫ് ബ്ലൂടൂത്ത് ആണ് ഉള്ളതെന്നാണ് നോക്കുക. ഒന്ന് ക്ലാസിക് ബ്ലൂടൂത്ത്, ഒന്ന് ബ്ലൂടൂത്ത് ലോ എനർജി. ഈ 2 വെർഷൻ ഓഫ് ബ്ലൂടൂത്ത് ആണ് നമുക്ക് നോർമലി ഹിയറിംഗ് എയ്ഡ്സിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഹിയറിംഗ് എയ്ഡ്സിൽ ലോ എനർജി ബ്ലൂടൂത്ത് ആണെങ്കിൽ അത് ഐഫോണിലോട്ട് മാത്രമേ ഡയറക്റ്റ്ലി സ്ട്രീം ചെയ്യുള്ളൂ. ഐഫോണായിട്ട് എനിക്ക് ഡയറക്റ്റ്ലി പെയർ ചെയ്യാം. അതേസമയം ഹിയറിംഗ് എയ്ഡിൽ ക്ലാസിക് ബ്ലൂടൂത്ത് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ഐഫോണിലോട്ടും പെയർ ചെയ്യാൻ പറ്റും, അറ്റ് ദി സെയിം ടൈം ആൻഡ്രോയിഡ് ഫോൺസിലും എനിക്ക് പെയർ ചെയ്യാൻ പറ്റും. അപ്പം ക്ലാസിക് ബ്ലൂടൂത്ത് കുറച്ചും കൂടെ എനർജി കൺസ്യൂമിംഗ് ആണ്. അതേസമയം ബ്ലൂടൂത്ത് ലോ എനർജി, പേര് പോലെ തന്നെ എനർജി അത്രയും കൺസപ്ഷൻ കുറവാണ്. ഇതാണ് ഒരു കാര്യം നമ്മൾ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടത്.
ഇനി ഇത് പെയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പാട്ട് കേൾക്കുമോ, വീഡിയോസ് കാണുമോ, ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യുമോ, എന്ത് വേണമെങ്കിലും നമുക്ക് വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ വർക്ക് ചെയ്യുന്ന പോലെ അറ്റ് ടൈംസ് ഹിയറിംഗ് എയ്ഡ്സും വർക്ക് ചെയ്യും. ഇനി ലാപ്ടോപ്പിൻ്റെ കണക്ടിവിറ്റിയിലോട്ട് വരുവാണെങ്കിൽ ഇറ്റ് ഡിപ്പെൻസ് ലാപ്ടോപ്പിൽ ഏത് വെർഷൻ ഓഫ് ബ്ലൂടൂത്ത്, ഫോൺ പോലെ തന്നെ ഏത് വെർഷൻ ഓഫ് ബ്ലൂടൂത്ത് ആണെന്നുള്ളതാണ് ചോദ്യം വരിക. മോസ്റ്റ്ലി ലാപ്ടോപ്സിലുള്ളത് വലിയ ബാറ്ററീസ് ആയതുകൊണ്ട് തന്നെ ക്ലാസിക് ബ്ലൂടൂത്ത് ആയിരിക്കും. അപ്പോൾ ക്ലാസിക് ബ്ലൂടൂത്ത് ഉള്ള ഹിയറിംഗ് എയ്ഡ്സ് കണക്ട് ചെയ്യാം. ഇൻ കേസ് പറ്റിയില്ല, ഇപ്പം ഏത് ഹിയറിംഗ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ലാപ്ടോപ്പിൽ. പ്രൊവൈഡ് ചെറിയൊരു അക്സസറി ഉണ്ട്, സ്ട്രീം ലൈൻ മൈക്ക് എന്നൊക്കെ പറയും. അപ്പോൾ അത് ലാപ്ടോപ്പിൽ പെയർ ചെയ്യാം. ഈ പറഞ്ഞ സ്ട്രീം ലൈൻ മൈക്ക് ചെറിയൊരു അക്സസറിയാണ്, അത് നമുക്ക് ഷർട്ടിൻ്റെ പോക്കറ്റിലാണെങ്കിലും ഇടാം. അതുപോലെ തന്നെ അപ്പോൾ ലാപ്ടോപ്പിൽ നിന്ന് സ്ട്രീം ചെയ്യാനുള്ള ഫംഗ്ഷനും നടക്കും. അതിൻ്റെ അകത്ത് മൈക്ക് എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ചില മാനുഫാക്ചറേഴ്സ് കൊടുക്കാറുണ്ട്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പള്ളിയിലിരിക്കുകയാണ്, ഞാൻ ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടുണ്ട്. അപ്പം പള്ളിയിൽ അച്ഛൻ സംസാരിക്കുമ്പോഴത്തേനും നോർമലി അത് സ്പീക്കർ വഴിയാണ് വരിക. എനിക്ക് അത്രയ്ക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ ഞാൻ സ്പീക്കറിൽ നിന്ന് ഒരുപാട് ദൂരെയാണെങ്കിൽ അച്ഛൻ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ മൈക്ക് എനിക്ക് ആക്ച്വലി ആ സ്പീക്കറിൻ്റെ ഫ്രണ്ടിൽ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളാണെങ്കിൽ ഈ അച്ഛൻ്റെ മുന്നിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അച്ഛൻ സംസാരിക്കുന്നത് മൈക്ക് പിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് വയർലെസ്ലി ഹിയറിംഗിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇതേ സെയിം കാര്യം നമുക്ക് സ്കൂളുകളിലും ചെയ്യാം. ഇപ്പോൾ ഒരു കേൾവിക്കുറവുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ മൈക്ക് ടീച്ചറിൻ്റെ ഫ്രണ്ടിൽ വെച്ചാൽ അതിൽ ടീച്ചറിൽ ഷർട്ടിൽ പിൻ ചെയ്യുക, സാരിയിൽ പിൻ ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറിൻ്റെ സൗണ്ട് ഡയറക്റ്റ്ലി ഹിയറിംഗ് എയ്ഡിൽ വരും. ഇവിടുന്ന് വയർലെസ് ആയിട്ട് കുട്ടിയുടെ ഹിയറിംഗ് എയ്ഡിലേക്ക് ബ്ലൂടൂത്ത് ട്രാൻസ്മിഷനാണ് പോവുക. നോർമലി സ്കൂളുകൾ നമ്മൾ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ഹിയറിംഗ് ലോസ് ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ കേൾക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ടിരുത്തും. ഈ ഒരു വയർലെസ് ടെക്നോളജി ഉള്ളപ്പോൾ അവർ മുന്നിലിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല. അവർ ഇനി ക്ലാസ്സിൻ്റെ ഏറ്റവും ബാക്കിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും അവർക്ക് ടീച്ചറിൻ്റെ സൗണ്ട് കുറേ കൂടെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അതുമാത്രമല്ല ടീച്ചേഴ്സ് നോർമലി നടന്നാണ് പഠിപ്പിക്കാറ് മിക്കവരും. അങ്ങനെ ഇരിക്കുമ്പോൾ പോലും ആ സൗണ്ട്സിന് ഒരു വേരിയേഷൻ വരാം. അപ്പോൾ ഈ മൈക്ക് ഉണ്ടെങ്കിൽ ടീച്ചർ എങ്ങോട്ട് നടന്നു കഴിഞ്ഞാലും സ്റ്റിൽ ആ ഒരു പിക്ക് ചെയ്തിട്ട് വയർലെസ് ട്രാൻസ്മിഷനായിട്ട് ഡയറക്റ്റ്ലി ഹിയറിംഗ് എയ്ഡിൽ വരികയും ചെയ്യും. അതുപോലെ തന്നെ പല പരസ്യങ്ങളും കാണാറുണ്ട്. 250 രൂപയ്ക്ക് കേൾവി സഹായി, 500 രൂപയ്ക്ക് കേൾവി സഹായി. ഈ പരസ്യത്തിൽ ഇതിലുണ്ടെങ്കിൽ പിന്നെ എന്തിനാ സാധാരണ ഒരാൾ നല്ലോണം കേൾക്കാൻ വേണ്ടി 10,000-ങ്ങളോ ലക്ഷങ്ങളോ ചിലവഴിക്കേണ്ടത്? അതൊരുപാട് മിസ്ലീഡിങ് ആയിട്ടുള്ള ആഡ്സ് ആണ്. ഞാനും ഈ പറയുന്ന സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് പരസ്യം ഞാനും കാണാറുണ്ട്. അതിൻ്റെ അകത്ത് മിക്ക പരസ്യങ്ങളും മിസ്ലീഡിങ് ആണ്. ഈ പറയുന്ന 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ എന്ന് പറയുന്നത് നമുക്ക് പത്രത്തിൽ പോലും ആ പരസ്യം കാണാൻ പറ്റും. എന്ന് പറയുന്നത് ആക്ച്വലി ഹിയറിംഗ് എയ്ഡ്സ് അല്ല, അത് ഹിയറിംഗ് ആംപ്ലിഫയേഴ്സ് എന്നാണ് പറയുക. അതായത് സൗണ്ട് നമ്മുടെ ഒരു മൈക്കിൻ്റെ ഫംഗ്ഷൻ. അതായത് ഞാനീ പറയുന്ന ആംപ്ലിഫൈ ചെയ്ത് സ്പീക്കറിൽ കേൾപ്പിക്കുന്ന പോലെ തന്നെ പുറത്തുനിന്നുള്ളൊരു സൗണ്ട് പിക്ക് ചെയ്യുക, കുറച്ചും കൂടെ ആംപ്ലിഫൈ ചെയ്ത് കേൾപ്പിക്കുക. അതാണ് ഹിയറിംഗ് ആംപ്ലിഫൈസ് ചെയ്യുക. അത് ഹിയറിംഗ് എയ്ഡ്സ് അല്ല, ഹിയറിംഗിൻ്റെ കാറ്റഗറിയിലല്ല വരുന്നത്. അതുകൊണ്ടാണ് അതിന് ഒരു വിലയും വരുന്നത്. നോർമലി ഒരു ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുമ്പോൾ കോസ്റ്റ് അതായിരിക്കില്ല വരിക. ഒരു ജെന്യൂൻ ഹിയറിംഗ് എയ്ഡ് എന്ന് പറയുമ്പോൾ അതായിരിക്കില്ല കോസ്റ്റ് വരിക.